അരുൺ, ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സെമിത്തേരിയിലേക്ക് ലൂക്കോസിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിട്ടിരിക്കുകയാണ്. മതപരമായ 10 മിനിറ്റ് ചടങ്ങ് ഇവിടെ കൂടിയുണ്ട്. അത് പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ സെമിത്തേരിയിൽ ലൂക്കോസിനെ അടക്കം ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി പോയ ലൂക്കോസാണ് ഈ പ്രതീക്ഷകൾ പൂർത്തിയാക്കാതെ ഇപ്പോൾ ഒരു ജീവശവമായി തിരിച്ചു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ലൂക്കോസിന്റെ ഫാമിലിയെ സംബന്ധിച്ചാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ലൂക്കോസുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അപകടത്തിന്റെ അന്നേ ദിവസം രാത്രിയിലടക്കം മക്കളുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു. മൂത്ത മകൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കിയതിന് സമ്മാനവുമായി താൻ ഉടൻ എത്തുമെന്ന് ഭാര്യയോട് പറയുകയടക്കം ചെയ്തു. അങ്ങനെ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കുടുംബവുമായി അടക്കം പങ്കുവച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ മരണം ലൂക്കോസിനെ തേടി എത്തുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതൽ വീട്ടിൽ ഈ പൊതു ദർശനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൃതശരീരം കൂടുതൽ നേരം പുറത്തു വെക്കുന്നതിന് കഴിയില്ല എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് ജീവനക്കാർ എത്തി അറിയിച്ചതിനെ തുടർന്നാണ് ഈ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സെമിത്തേരിയിലേക്ക് ഈ മതപരമായ ചടങ്ങുകൾക്കായി സെമിത്തേരിയിലേക്ക് ഈ ലൂക്കോസിന്റെ മൃതദേഹം കൊണ്ടുവരികയാണ്. പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ഈ വലിയൊരു ജനാവലി തന്നെ ലൂക്കോസിനെ യാത്രയാക്കുവാൻ, ലൂക്കോസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഈ സെമിത്തേരിയുടെ ചുറ്റുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്ത് ഹോമിന്റെ സെമിത്തേരിയിലാണ് ലൂക്കോസ് ഇനി അന്ത്യവിശ്രമം കൊള്ളുക. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയൊരു ജനസമൂഹം, അത് ഈ നാടിന്റെ ഒന്നാകെയുള്ള ജനസമൂഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ കൂടെ കുവൈറ്റിൽ ജോലി ചെയ്ത 3 പേർ, അത് ഇവരെല്ലാം ഒരുമിച്ചാണ് സാധാരണഗതിയിൽ നാട്ടിലേക്ക് വരുന്നത്. ഈ വെക്കേഷനിൽ നാട്ടിലേക്ക് എത്തുന്നതാണ് ലൂക്കോസും. പക്ഷേ ഈ മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അവിടെ നിൽക്കുകയായിരുന്നു. ആ ലൂക്കോസ് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റ് 3 പേര് ഇവിടെ വന്നിരുന്നു. ആ 3 പേരും ഇന്നലെയാണ് തിരിച്ചു പോകേണ്ടത്. അവരടക്കം ഇപ്പോൾ കണ്ണീരോടെ ഇവിടെ നിൽപ്പുണ്ട്. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് വളരെ ഹൃദയഭേദകമാണ്. കാരണം മക്കളുടെ ആ മുഖത്തെ ആ ഒരു വേദന, അത് ആരെയും വേദനിപ്പിക്കുന്നതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവസാനഘട്ട ശുശ്രൂഷകൾ ആണ് ഇനി ഇവിടെ നടക്കുന്നത്. ഈ കുടുംബത്തിന്റെ ഒന്നാകെ നിലവിളി കണ്ടു നിൽക്കുന്നവരെ പോലും അത് കരളിപ്പിക്കുന്ന കാഴ്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രതീക്ഷകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ്, സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ്, തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്നതിന് മുമ്പ് തന്നെ അവിചാരിതമായി വിധി ഈ ഒരു ജീവൻ തന്നെ കവർന്നെടുത്തിരിക്കുകയാണ്. ആ വിധിയുടെ ഒരു വിളയാട്ടമെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും പക്ഷെ അത് ഒരു കുടുംബത്തെ സംബന്ധിച്ചുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, അവരുടെ നാഥൻ അയാളാണ് കടന്നുപോയിരിക്കുന്നത്. അതിന്റെ വേദന ആ കുടുംബം പങ്കുവെക്കുകയും ചെയ്യുന്നു. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ജനാവലി, അത് പോലീസ് നിയന്ത്രിച്ചെങ്കിൽ പോലും വലിയ ജനാവലി തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കാരണം ലൂക്കോസ് നാട്ടുകാർക്കും അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു. ലൂക്കോസിനെ സംബന്ധിച്ച് നാട്ടിലെത്തിയാൽ സാമൂഹ്യ സേവന രംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്നൊരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു പൈതൃകമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ലൂക്കോസിനെ അവസാനമായി കാണാൻ ഇത്ര വലിയ ജനക്കൂട്ടം ഇവിടേക്ക് എത്തുന്നത്. ഈ അവസാനഘട്ട കർമ്മങ്ങൾ നടക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരം ഇവിടെ അന്ത്യ ശുശ്രൂഷകളുണ്ട്. അതിനുശേഷമായിരിക്കും ഈ സെമിത്തേരിയുടെ തെക്ക് വശത്തുള്ള ഈ സ്ഥലത്ത്, പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത്, അവിടെയായിരിക്കും ഈ അടക്കം ചെയ്യുക. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ലൂക്കോസിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ മതപരമായ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. AV ജയശങ്കറും ചേരുന്നുണ്ട്. പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, സംസ്കാര ചടങ്ങുകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ആ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ഏകദേശം 10:30 കൂടിയാണ് ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ കൊല്ലം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലെത്തി ഭൗതിക ശരീരത്തിന് അന്ത്യാഞ്ജലികൾ. ജയശങ്കർ, കേൾക്കാമോ? പറഞ്ഞോളൂ. ഇത് വളരെ വൈകാരികമായ ഒരു ഇതാണ്. കാരണം തങ്ങളോട് ഒപ്പം ഇത്രയും നാളുണ്ടായിരുന്ന ഒരാൾ, വളരെ സജീവമായി നാട്ടിലുണ്ടായിരുന്ന ഒരാളെയാണ് അവർക്ക് നഷ്ടമായത്. അതിന്റെ ഒരു കണ്ണീര് അവരുടെ എല്ലാം മുഖത്തുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വരെ നാട്ടിൽ വളരെ സജീവമായി എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാജൻ. ഈ ഒരു മാസം മുമ്പാണ് അദ്ദേഹം വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നത്. അത്തരത്തിൽ സന്തോഷത്തോടെ മടങ്ങി വരേണ്ട സാജന്റെ മൃതശരീരമാണ് വീട്ടിലെത്തിയത്. അതിന്റെ ഒരു വിഷമം ഈ എല്ലാവരുടെയും മുഖത്തുണ്ട്. ആ ഒരു വിഷമത്തോടെയാണ് സാജനെ അവസാന നോക്ക് കാണാൻ നാട്ടുകാരും ഒപ്പം സുഹൃത്തുക്കളും അടക്കം അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികളടക്കം വലിയൊരു വിഭാഗം വീട്ടിലേക്ക് എത്തിയത്. ഈ പൊതുദർശനം
പൊതുദർശനം 1 മണിക്കൂറായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ അതിലധികം സമയമായിട്ടുണ്ട്. പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം അന്ത്യകർമ്മങ്ങൾക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. കരിക്കകം മാർത്തോമ ചർച്ചിലാണ് ശവസംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. വേണം AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പുനലൂർ സ്വദേശിയായ സാജൻ ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.